ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കോക്കനട്ട് പുഡിംഗ് റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് നമ്മൾ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തണുത്ത പാല് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 പാക്കറ്റ് വിപ്പിംഗ് പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വിപ്പിംഗ് പാക്കറ്റ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ആദ്യം ചെറിയ സ്പീഡിലിട്ടിട്ട് പിന്നീട് ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ഒരുപാട് ഹൈ പീക്സ് ഒന്നും ആയിട്ട് വരണ്ട. നമ്മൾ കേക്കിലൊന്നും ചെയ്യുന്ന പോലെ ഹൈ പീക്സ് ഒന്നും ആവണ്ട. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് ക്രീം കാരമലിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ ബോയിൽ ചെയ്തിട്ടാണ് സാധാരണ യൂസ് ചെയ്യാറ്, പക്ഷേ ഇത് ഇങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ കാരമലിൻ്റെ ഒരു പാക്കറ്റും പൗഡറിൻ്റെ ഒരു പാക്കറ്റും ഉണ്ട്. അപ്പോൾ അതിൽ ആ പൗഡർ മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കാരമൽ പൗഡർ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഫ്രഷ് ക്രീമാണ്. അപ്പം ഞാനിവിടെ അൽമറൈൻ്റെതാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആ 1 കപ്പ് ക്രീം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ് ചേർക്കുന്നത്. ഇത് ഒരു 6 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പൊടി മിക്സ് കുറച്ചുകൂടെ ഒന്ന് തിക്ക് ആക്കണമെന്ന് തോന്നിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് കൂടെ വിപ്പിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തിക്കാക്കി എടുക്കണമെങ്കിൽ വിപ്പിംഗ് പൗഡർ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പൊടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫസ്റ്റ് ലെയർ ആക്കി കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ബിസ്ക്കറ്റും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അല്പം മധുരം കുറഞ്ഞ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെയർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് മിക്സിൽ നിന്നും പകുതി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ലെയർ തന്നെ ഒന്നുകൂടെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാനിവിടെ 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള പുഡിംഗ് മിക്സും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ പുഡിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ക്രീം കാരമലിൻ്റെ പാക്കറ്റിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാരമൽ വെച്ചിട്ട് തന്നെയാണ് ഗാർണിഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ കാരമലൈസ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 6 മണിക്കൂർ എങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് തീയൊന്നും കത്തിക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ അടിപൊളി പുഡിങ്ങാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ റാഫെല്ലോ സ്വീറ്റ്സ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.